എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു കൊത്തമല്ലി ചമ്മന്തിയാണ്. അതായത് മല്ലിയിലല്ലേ, നമ്മുടെ ബിരിയാണിയിലൊക്കെ ഉപയോഗിക്കുന്ന മല്ലിയില, ആ ചമ്മന്തിയാണ്. അതിവിടെ എല്ലാവരും അതിന് കൊത്തമല്ലി തൊക്കെന്ന് പറയും. ഇവിടെ നമ്മുടെ ചമ്മന്തിക്ക് തുകയിലൊന്നും ഇങ്ങനെ അരച്ച് സൂക്ഷിച്ച് വയ്ക്കുന്ന ഇതിന് ചമ്മന്തിയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് തീർക്കുമല്ലോ. ഇതിങ്ങനെ 10-15 ദിവസം വെച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ എന്താ പറയുക, ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ചോറിലൊക്കെ ഇട്ട് പരട്ടി കഴിക്കാനും പിന്നെ തൈര് ചോറൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ തൊട്ട് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഇവിടെ എല്ലാവരും ഇതിനെ കൊത്തമല്ലി തൊക്കെന്നാണ് പറയാറ്. അപ്പം ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെ നോക്കാം. അപ്പം ഇതാ മെയിനായിട്ട് കൊത്തമല്ലിയാണ്. നല്ല ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു കെട്ടാണിത്, വലിയ കെട്ടാണ് ഇട്ടത്. അപ്പോൾ ഒരു കെട്ട് കൊത്തമല്ലിയാണ്. പിന്നെ കായം, നമ്മുടെ പെരുങ്കായില്ലേ, അതാണ്. പിന്നെ കടുക് 1 ടീസ്പൂൺ. പിന്നെ ശർക്കര, ഇതിൽ 2 കഷ്ണം വെച്ചിട്ടുണ്ട്. ഇതിൽ എത്രത്തോളം ആവണമെന്ന് നോക്കിയിട്ട് വലുതാണെങ്കിൽ വലുത്, ചെറുതാണെങ്കിൽ ചെറുത് ഉപയോഗിക്കാമെന്ന് മാത്രം. അങ്ങനെ. പിന്നെ വറ്റൽമുളക്, ഉണക്കമുളക് ഒരു 15 പീസ്. പിന്നെ കല്ലുപ്പ് ആവശ്യത്തിന്. പിന്നെ ഉലുവ 1.25 ടീസ്പൂൺ. പുളിവെള്ളം, ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിന് പുളിയെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നല്ലെണ്ണ, അങ്ങനെ. പിന്നെ ഇത് ലാസ്റ്റ് താളിക്കാനുള്ള കടുകാണ്. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ. അപ്പോൾ എനിക്കൊരു ഓർഡർ ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കി കൊടുക്കണം, നാളെ കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം. ആദ്യം അടുപ്പ് ഒരു പാത്രം വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. എടുത്ത് വെച്ച കടുക് ഇട്ട് കൊടുത്തു. പിന്നെ എടുത്ത് വെച്ച ഉലുവ ഇട്ട് കൊടുക്കുക, അത് 1.25 ടീസ്പൂൺ. പിന്നെ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് പൗഡറാക്കാനുള്ളതാണ്. അപ്പം ആദ്യം വറുത്തിട്ട് പൗഡറാക്കാം. കടുക് നന്നായിട്ട് ഇത് പൊട്ടിത്തെറിക്കും, നന്നായിട്ട് പൊരിയും. ആ സമയം നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ അതാ കടുക് നന്നായിട്ട് പൊരിയാൻ തുടങ്ങി, നല്ല സൗണ്ട് വരുന്നുണ്ട്. കണ്ടോ, ഉലുവയുടെയും കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാറ്റാം. ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. വേണ്ട, തെറിക്കുന്നുണ്ടോ, എല്ലാവരും പൊട്ടിത്തെറിക്കേണ്ടത് നന്നായിട്ട് പൊട്ടിത്തെറിക്കട്ടെ. എല്ലാം പൊട്ടിത്തീർന്നു, കടുകൊക്കെ പൊട്ടിത്തീർന്നു, ഒലിവ് നന്നായിട്ട് ചുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് ആക്കാം. പാത്രത്തിലേക്കല്ല, നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ കായ നമുക്ക് പൊരിച്ചെടുക്കാം. ഇന്ന് കായ വറുത്ത് പോരാം. നല്ല ടേസ്റ്റാണ് കേട്ടത്. ഇത് വിചാരിക്കുന്ന പോലെയല്ല. നമ്മുടെ എന്താ പറയുക, നമ്മളിപ്പോൾ മാങ്ങ ചമ്മന്തി അങ്ങനെ കരക്കില്ല, അതേപോലത്തെ ഒരു പുളിയും എരിവും എല്ലാം ചേർന്നിട്ട് നല്ല. കൊത്തമല്ലി ഇല കഴിക്കാത്തവരൊക്കെ ഉണ്ടല്ലോ കുറേ പേര്. അപ്പോൾ ഇത് നല്ല അണുക്കളൊക്കെ കുറയ്ക്കാൻ ശരീരത്തിലെ ഏറ്റവും നല്ല സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് മക്കൾക്കൊക്കെ കൊടുക്കാനും പിടിക്കാനൊക്കെ, മക്കൾ കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിച്ചോളും. ഇതിൻ്റെ കൂടെ ഒരു തേങ്ങ ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ അതും കൂടെ കഴിച്ചോളും അവർ. അപ്പോൾ അങ്ങനെയൊക്കെ പച്ചച്ചമ്മന്തി എന്നൊക്കെ പറഞ്ഞ് കൊടുത്താൽ മതി. അങ്ങനെ പച്ച കളറായിട്ടിരിക്കില്ല, ഇത് ഒരിത്തിരി കളർ മാറും. നമ്മൾ പുളിയൊക്കെ ഒഴിക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ പേരിൽ പച്ചച്ചമ്മന്തി ഞാൻ വേറെ കാണിച്ചു തരാം. ഇഡ്ഡലിയുടെ ഇതിപ്പോൾ തലക്കാലത്തിന് ഇതിപ്പോൾ തൊക്കായിട്ട് കാണിച്ചു തരാം. ഇത് ഓർഡർ ഉള്ളതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ അതാ ഇത് നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. മതി.
നാറട്ടെ, നന്നായിട്ടൊന്ന് ചൂടാട്ടെ. അപ്പോൾ ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഈ കൊത്തമല്ലി ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വാട്ടാം. ഇത് ഇത്ര എടുക്കുന്നിട്ട് കാര്യമില്ല കേട്ടോ. ഇത് വാടി വരുമ്പോൾ തീരെ കുറഞ്ഞു പോകും, ഒട്ടുണ്ടാവില്ല. ഇപ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കാവേ. ഇത് കല്ലുപ്പ് ആയതുകൊണ്ട് ഇതിന് വെള്ളം വിടും. അപ്പോൾ അത് വേഗം ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അത് എന്താ പറയുക, നന്നായിട്ട് വാടിയതിന് ശേഷം പിന്നെ അത് ഇപ്പിടുമ്പോൾ അത് വെള്ളം നിൽക്കും ഇവിടെ. ഇപ്പം ഇതാ നോക്ക്, കണ്ട ഇതിൽ കുറേ വെള്ളം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഒഴിച്ച വെള്ളമൊന്നുമല്ല, തന്നെ വന്നതാണ്. അതിന് ആ വെള്ളം വറ്റണ വരെ ഇത് നമുക്ക് വാട്ടിയെടുക്കണം. ഇപ്പോൾ ഇതാ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കണ്ടോ, എല്ലാ വെള്ളം വറ്റി നന്നായിട്ട് മല്ലിയില നന്നായിട്ട് വെന്ത്. ഇതൊന്ന് ചൂടാറണം. ചൂടാറിയിട്ട് നമുക്ക് ഇത് അരച്ചുകൊണ്ട് വരാം. പിന്നെ നമ്മൾ ഫസ്റ്റ് മിക്സിയിലാക്കി വെച്ചില്ലേ, അതൊന്ന് പൗഡർ ചെയ്യണം. എന്താ ഇതൊന്ന് പൗഡർ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം അതും ചൂടാറി അരച്ചിട്ട് വരണം. ഇനി നമുക്ക് ആ പൗഡർ ഉണ്ടാക്കി ഇനിയിപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഇത് മല്ലിയിൽ ആ പുളിവെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇത് അരച്ചിട്ട് വരാം. അപ്പോൾ ഇതാ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് താളിക്കാം. കടുകിട്ട് നല്ലെണ്ണ ഒഴിച്ചിട്ട്, അപ്പോൾ എണ്ണ കുറച്ച് അധികം വേണം ഇതിന്, അപ്പോഴാണ് ഇത് കേടാവാതിരിക്കുള്ളൂ. അപ്പോൾ ആദ്യം അടുപ്പ് കത്തിക്കാം. പാത്രം വെച്ചിട്ടുണ്ട്, അടുപ്പ് കത്തിച്ച് കൊടുത്തു. ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് ഓൾറെഡി ചൂടുള്ള പാത്രമാണ്. ഒരു 50 മില്ലി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ ഇതുകൊണ്ട് ശരീരത്തിനൊന്നും കേടൊന്നും ഉണ്ടാവില്ല, നല്ലതാണ് ശരീരത്തിലേക്ക് ചേർക്കണത്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് ഈ അരച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു സ്പൂൺ കടുക് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായില്ലേ, ആ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. അപ്പോൾ നമുക്ക് അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഒരു അച്ചാർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോലെ തന്നെ സംഭവമാണ്. ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഇത് എന്താ പറയുക, ചോറിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ലെണ്ണ ഒഴിച്ചിട്ട് കഴിക്കുക. നന്നായിട്ട് കുഴച്ച് നമ്മൾ ഈ അമ്മിക്കല്ലിൽ ചമ്മന്തിയൊക്കെ അരച്ചിട്ട് ചോറിട്ട് കുഴച്ച് കഴിക്കില്ലേ, എന്ന പോലെ തന്നെ ഇതിലങ്ങനെ അവർ ചോറൊക്കെ ഇട്ട് കുഴച്ച് ഉരുളച്ചോറായിട്ട് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ഇപ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങി. അപ്പോൾ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ പുളിവെള്ളം, ഉപ്പ് എല്ലാം ഉണ്ട് ഇതിൽ. അപ്പോൾ അതാ ഇത് ഫുള്ളും ചേർത്തു. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ എണ്ണ എണ്ണയിൽ അത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം. ഇപ്പോൾ ഒഴിച്ചെണ്ണൊക്കെ അങ്ങ് ഇതിലേക്ക് ഉള്ളിൽ കയറിയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കണേ. ശർക്കര ഇട്ട് കൊടുത്തു. നോക്കിയിട്ടിട്ടാൽ മതി. നമ്മൾ എടുത്ത് വെച്ച് ചിലപ്പോൾ അളവ് കുറഞ്ഞു പോയി ചിലപ്പോൾ ശർക്കര കൂടരുത്. അപ്പോൾ സൂക്ഷിച്ചിട്ട് കൊടുക്കുക. പിന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടെ മുളകൊക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ ആ കൊടുക്കണവർ ഇത്തിരി പ്രായമായ ആൾക്കാരാണേ, അവർക്ക് അത്ര എരിവ് വേണ്ട. അപ്പോൾ അതിൻ്റെ പേരാണ് എരിവ് കുറച്ചേക്കണത്. പിന്നെ നമ്മുടെ വീട്ടിൽ ഇവിടേക്ക് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കുറച്ചും കൂടെ ഞാൻ മുളക് ഇടും. ശർക്കര മെൽറ്റ് ഔട്ട് അതിലിടണം. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇടുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, അച്ചാറിൻ്റെ വീഡിയോ ഇട്ടപ്പോഴേ ഞാൻ പറയുന്നുണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊന്നും സ്റ്റീൽ പാത്രത്തിലോ പ്ലാസ്റ്റിക് ഡപ്പയിലോ ഒന്നും ഇട്ട് വയ്ക്കരുത്. നമ്മുടെ നല്ല ഗ്ലാസ് ബോട്ടിലിൽ തന്നെ ഇട്ട് വയ്ക്കണം. അപ്പോഴാണ് അത് കേടാവാതെയും കുറേ നാൾ നല്ല ടേസ്റ്റോടെ ഇരിക്കും. ഗ്ലാസ് ബോട്ടിലാകുമ്പോൾ നമുക്ക് പിന്നെ ഒരു ടേസ്റ്റ് ചേഞ്ചും വരില്ല. അതിൻ്റെ പേരിലാണ് അതിലിടാൻ പറയണത്. അപ്പോൾ അത് സൂക്ഷിക്കണം. അപ്പോൾ അതാ നമ്മുടെ ഇതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ആവാനുണ്ടത്. ഉണ്ടോ ആ പച്ച കളറുണ്ട്, ഈ കളറിലായി. അത്രയും മല്ലിയില ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം കൂടുതൽ എടുക്കാൻ പറഞ്ഞാൽ അത്രത്തോളം എടുത്തിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഒരു കപ്പെങ്കിലും കിട്ടത്തുള്ളൂ നിങ്ങൾക്ക്. ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം. നീരുന്നൊന്ന് ചെറുതായിട്ടൊന്ന് അത് കുറിക്കൊള്ളും കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ നോക്കിക്കോ, ഉപ്പൊക്കെ വേണമെങ്കിൽ എപ്പോഴാണെങ്കിൽ നോക്കിക്കോ. എനിക്കൊക്കെ കറക്റ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്തോ. ചിലവർ ഇതിൽ വെളുത്തുള്ളി അങ്ങനെയൊക്കെ ഇടും കേട്ടോ. അത് അവരെ ഫ്ലേവർ അനുസരിച്ചാണ്. ഇപ്പം ഞാൻ കൊടുക്കുന്നവർ അവർ ബ്രാഹ്മിൻസാണ്. അപ്പോൾ അവർ വെളുത്തുള്ളി ഒന്നും കഴിക്കില്ല. ഓരോരുത്തർ ഒരേ രീതിയിൽ ഉണ്ടാക്കും. ചിലർ കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പൊക്കെ ഇടും, ചിലർ ജീരകമൊക്കെ ചേർക്കും. അങ്ങനെ ഓരോരുത്തർ ഒരേ രീതിയിലാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ്. ഇതാപ്പം കൊത്തമല്ലി തൊക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. ഇതിൻ്റെ ഇല എടുക്കുന്ന സമയത്ത് തണ്ട് മൂത്തതാണെങ്കിൽ എടുക്കരുത് കേട്ടോ. അത് അറിയില്ല മിക്സിയിലിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതിങ്ങനെ നമുക്ക് കഴിക്കുന്ന നേരത്ത് ഇങ്ങനെ വായിലിങ്ങനെ തടയും മുടിനാര് പോലെ. അപ്പോൾ അതെടുക്കരുത്. നല്ല കിളിന്താണെങ്കിൽ മാത്രമേ എടുക്കാനേ പാടുള്ളൂ. അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാ റെഡി. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു, എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യം കഴിയുമ്പോൾ ഒരു ബോട്ടിലാക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. കണ്ടോ, ഈ ഒരു പരുവാണ് നമ്മുടെ ഇഞ്ചിപ്പുളിയുടെ ഒക്കെ ഒരു പരുവില്ലേ, ആ ഒരു പരുവാകുമ്പോൾ നിർത്താം. അപ്പോൾ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല ആവശ്യമുള്ള നന്നായിട്ട് നമ്മുടെ എന്താ പറയുക അണുക്കളൊക്കെ കൊല്ലാനും പിടിക്കാനൊക്കെ ഈ മല്ലിയില നല്ല ഒരിതാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി കഴിക്കാൻ നോക്കാം എല്ലാവരും. മല്ലിയില ഒന്നും എടുത്ത് കളയാതെ ബിരിയാണിയിലായാലും എന്തിനുണ്ടായാലും അങ്ങനെ കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കഴിക്കുക, അല്ല അങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് ഇത് കയറട്ടെ. അങ്ങനെ നമുക്ക്
അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ആയിക്കോളും. ഓക്കെ, അപ്പോൾ എല്ലാ മലയാളീസോടും എൻ്റെ വീഡിയോ കാണുന്നതിന് ഒത്തിരി ഒത്തിരി താങ്ക്സ്. ഇനി തമിഴ്ക്കാരോടാണ് പറയണത്. ஹாய் ஃப்ரெண்ட்ஸ், எப்படி இருக்குங்க? எல்லாம் நல்லா இருக்கீங்களா? நான் இன்றைக்கி வந்து கொத்தமல்லி தொக்கு தான் பண்ணியிருக்கோம். அது என்னென்ன தேவை இருக்குன்னு, அதுக்கு என்னென்ன பொருளுங்க தேவை இருக்குன்னெல்லாம் நான் அந்த வீடியோவில் சொல்லியிருக்கோம். நீங்கள் அதெல்லாம் பார்த்துட்டு நீங்கள் செய்கிற மாதிரி இருந்தால் கூட நான் செய்கிற விதத்தில் நீங்கள் செஞ்சு பாருங்கள். நல்லா டேஸ்ட்டாக இருக்குது. அப்புறம் உங்களுக்கு சொல்ல தேவையில்லை, கொத்தமல்லி தொக்கு எப்படி சாப்பிட்ணுன்னெல்லாம் உங்களுக்கே தெரியும். நல்லாவே சாதத்தில் போட்டு நல்லெண்ணெய் விட்டு நல்லா பிசைஞ்சு சாப்பிட்றதுக்கு நல்லாயிருக்கும். இட்லி கூட தோசை கூட எல்லாத்துக்கு கூட இந்த தொக்கு டேஸ்ட்டாக இருக்கும். உங்களுக்கே தெரியும், நான் சொல்ல தேவையில்லை. ட்ரை பண்ணி பாருங்கள். நீங்களும் எனக்கு எல்லாமே சப்போர்ட் பண்ணுங்கள். டேஸ்ட் இருந்தால் கமெண்டில் சொல்லுங்கள். அப்புறம் வந்துட்டு என்ன சப்ஸ்கிரைப் பண்ணுங்கள், லைக் பண்ணுங்கள், ஷேர் பண்ணுங்கள். ഓക്കെ, നീങ്ങളും വീഡിയോ பார்த்ததுக்கு എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ എല്ലാ മലയാളീസും വീഡിയോ കണ്ടതിന് ഒത്തിരി ഒത്തിരി താങ്ക്സ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്നെ എന്താ പറയുക, ഷെയർ ചെയ്യുക, കമൻറ്റ് പറയുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. ബൈ.